പ്രിയമുള്ളവരെ, നേർമലയുടെ തെരഞ്ഞെടുപ്പ് ഫലപ്രവചന തുടരുകയാണ്. ഈ വീഡിയോയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് 2 ജില്ലകളാണ്, പാലക്കാടും തൃശ്ശൂർ. പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലം കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ LDF UDF നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ് തൃത്താല. വളരെ വാശിയേറിയ മത്സരമാണ് അവിടെ നടക്കുന്നത്. UDF സ്ഥാനാർത്ഥി വളരെ പ്രഗത്ഭനാണ്. അതുകൊണ്ട് തന്നെ മത്സരം കടുത്തതാണ്. കഴിഞ്ഞ തവണ LDFന് 45.84%, UDFന് 43.86% വോട്ടുകളാണ് കിട്ടിയത്. 2% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ LDF തൃത്താല വിജയിച്ചത്. ഇത്തവണയും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വോട്ടിംഗ് നിലയിൽ വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. LDF 46% വോട്ടും UDF 44% വോട്ടും നേടുകയും 2% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൃത്താല മണ്ഡലം LDF നിലനിർത്തുകയും ചെയ്യും. അടുത്ത മണ്ഡലം പട്ടാമ്പിയാണ്. 2016 ഇടതുപക്ഷം പിടിച്ചെടുത്ത മണ്ഡലമാണ് പട്ടാമ്പി. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ക്രമേണ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. 2011 38% ഉണ്ടായിരുന്ന വോട്ട് 2021 49.58, ഏതാണ്ട് 50% വർദ്ധിച്ചു. UDFന്റെ വോട്ട് 45%, 49%-ൽ നിന്ന് 37.74% 12% കുറയുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിനാണ് CPI, ഇടതുപക്ഷത്തെ CPI മണ്ഡലം നിലനിർത്തിയത്. അതുപോലെ തന്നെ ഇത്തവണയും LDF വൻ ഭൂരിപക്ഷത്തിൽ പട്ടാമ്പി മണ്ഡലം നിലനിർത്തും. അടുത്തത് ഷൊർണൂർ മണ്ഡലമാണ്. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ് ഷൊർണൂർ. അവിടെ സംഭവിക്കുന്ന ഒരു മാറ്റം UDFന്റെ വോട്ടുകൾ കുറഞ്ഞു വരികയും BJPയുടെ വോട്ടുകൾ അതിനനുസരിച്ച് വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഷൊർണൂർ മണ്ഡലത്തിൽ ഇത്തവണ 2ാം സ്ഥാനത്ത് BJP എത്താനാണ് സാധ്യത. LDFന് 49% വോട്ട് ശരാശരി ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. UDFന്റെ വോട്ട് 2011 38.35% ആയിരുന്നെങ്കിൽ 2021 അത് 24.83%. അതാണ് 14% വോട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ BJPയുടേത് 8.78%-ൽ നിന്ന് 24%, അതായത് 24.83 UDFും 24.34 BJPയും 0.5 വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഇത്തവണ ഷൊർണൂർ മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്തെത്തും. LDF നല്ല ഭൂരിപക്ഷത്തിൽ 20%-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. മണ്ഡലം ഒരുപക്ഷെ CPM ആയി മത്സരിക്കുന്ന ആള് UDF സ്വതന്ത്രനായതോടുകൂടിയാണ് ഇവിടുത്തെ മത്സരം കടുത്തതായത്. സ്വതവേ UDFന് അത്ര ഭൂരിപക്ഷമില്ലാത്ത LDFന് നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് ഒറ്റപ്പാലം. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നതോടുകൂടി മത്സരത്തിന് കുറച്ച് വീറും വാശിയും കടന്നു വന്നിട്ടുണ്ട്. LDFന് അനുകൂലമായ വോട്ടിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങൾ. 2, MLA എന്ന നിലയിൽ നിലവിലുള്ള MLA ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അദ്ദേഹം തന്നെയാണ് ഇതോടെയും LDFന് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. UDFന് വളരെ നിഷേധമായ ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, LDFിൽ നിന്ന് വന്ന ആളെ CPMൽ നിന്ന് വന്ന ആളെ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് സമരങ്ങൾ UDF നടത്തിയതാണ്. ആ സമരങ്ങളൊക്കെ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ ബാക്കി കിടക്കുകയാണ്. CPM അയാൾക്കെതിരെ നടപടിയെടുത്തിട്ടും അയാളെ സ്വീകരിക്കാൻ UDF കാണിച്ച നിലപാടിൽ UDF അണികൾക്ക് അതിശക്തമായ പ്രതിഷേധം ഉണ്ട്. അതോടൊപ്പം ഇവിടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് ചെറിയ സാധ്യത കാണുന്നുണ്ട്. എന്തായിരുന്നാലും ഇത്തവണ LDF 45-46% വോട്ടുകൾ നേടാനാണ് സാധ്യത. UDF ഒരു 42-43% വോട്ടുകളും നേടും. ആ രീതിയിൽ നോക്കുമ്പോൾ LDF 2%-ഓളം വോട്ടുകൾക്ക് ഒറ്റപ്പാലം മണ്ഡലം നിലനിർത്താനാണ് സാധ്യത. അടുത്ത മണ്ഡലം കോങ്ങാടാണ്. LDFന്റെ ശക്തി കേന്ദ്രമാണ് കോങ്ങാട്. 49% LDF വോട്ടുകൾ നിലനിർത്തുന്നുണ്ട്. UDFന്റേത് 29%. ഏതാണ്ട് 20%-ലധികം വ്യത്യാസം ഇരു മുന്നണികളും തമ്മിൽ വോട്ടിലുണ്ട്. BJPക്ക് 19% വോട്ടുകൾ മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ 20%-ഓളം വോട്ടുകൾക്ക് കോങ്ങാട് മണ്ഡലം LDF നിലനിർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്ത മണ്ഡലം മണ്ണാർക്കാടാണ്. നിരവധി വർഷങ്ങളായിട്ട് UDF ജയിച്ചു വരുന്ന മണ്ഡലമാണ്. വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ UDF 47.14% കഴിഞ്ഞ തവണയുണ്ട്. 43.25% മാത്രമാണ് LDFനുള്ളത്. ഈ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ LDFന്റെ വോട്ട് ക്രമേണ കൂടിക്കൂടി വരുന്നതാണ് സാഹചര്യം. എങ്കിൽ പോലും ഇത്തവണയും ഇവിടെ UDF ഒരു 3-4% വോട്ടുകൾക്ക് വിജയിച്ച് കയറാനാണ് സാധ്യത. അടുത്തത് മലമ്പുഴയാണ്. അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മലമ്പുഴ. എന്നാലും LDFും
UDF തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 25% വോട്ടുകളാണ്. BJP ആണ് രണ്ടാം സ്ഥാനത്ത്, 30% വോട്ടുകൾ അവർക്കുണ്ട്. LDF 47% വോട്ടുകളും UDF 22% വോട്ടുകളും BJPക്ക് 31% വോട്ടുകളാണ് ഉള്ളത്. ഏതാണ്ട് BJP ആണ് രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴുള്ളത്. 16% വോട്ടുകളുടെ ലീഡുണ്ട്. ഇത്തവണയും ഏതാണ്ട് 15%-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മലമ്പുഴ മണ്ഡലം LDF പിടിച്ചെടുക്കും, നിലനിർത്തും എന്ന് പറയാം. അവിടെ മറ്റ് അട്ടിമറികൾക്കൊന്നും നിലവിൽ സാധ്യത കാണുന്നില്ല. അടുത്ത മണ്ഡലം പാലക്കാടാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന മത്സരം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. ഇതിന് കാരണം LDF സ്വതന്ത്രനായിട്ട് NMR റസാഖ് വന്നതോടുകൂടിയാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് UDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയാണ് അവിടെയുള്ളത്. LDF അവിടെ 35-40% വോട്ടുകൾ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് 2011 മുമ്പ്. അവിടെ LDF UDF തമ്മിലായിരുന്നു മത്സരം. പക്ഷെ BJP ശക്തമായതോടുകൂടെ LDF വോട്ടുകൾ സ്വാഭാവികമായിട്ടും UDF പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷെ അവസരം വന്നാൽ ആ വോട്ടുകൾ മുഴുവൻ തിരിച്ചെടുക്കാൻ CPM കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തവണ CPM അവരുടെ വോട്ടുകൾ തിരിച്ചെടുക്കുകയും LDF വോട്ട് വിഹിതം വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പാലക്കാട് ഇത്തവണ അതിശക്തമായ മത്സരമായിരിക്കും നടക്കുന്നത്. അവിടെ രണ്ടു കൂട്ടർക്കും 35-36% വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്, LDF UDF. അതിന്റെ പിറകിലായിരിക്കും BJP വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് പാലക്കാട് മാറിയിട്ടുണ്ട്. പാലക്കാടിന് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇങ്ങനെയാണ്: പാലക്കാട് മുനിസിപ്പാലിറ്റി എണ്ണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും BJP വളരെ മുന്നിൽ പോവുകയും തൊട്ട് താഴെ UDF, അത് കഴിഞ്ഞ് LDF, ഇതായിരിക്കും ഒരു ക്രമം ഉണ്ടാവുന്നത്. ഇത്തവണ ആ ക്രമത്തിൽ മാറ്റം വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുനിസിപ്പാലിറ്റിയിൽ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. ഇത്തവണ 3 മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം മുനിസിപ്പാലിറ്റി എണ്ണിക്കഴിയുമ്പോൾ വളരെ നേരിയതായിരിക്കും. പിരായിരി അതുപോലെ തന്നെ മാത്തൂർ പഞ്ചായത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ LDF UDF ഒപ്പം എത്തുകയും കണ്ണാടി പഞ്ചായത്ത് എണ്ണിക്കഴിയുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ LDF മുന്നോട്ട് പോവുകയും വിജയിക്കുകയും ചെയ്യുന്നതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ പ്രതീക്ഷ ഉള്ളപ്പോൾ തന്നെ ശക്തമായ മത്സരം നടക്കുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് പ്രവചനാതീതം എന്ന വിഭാഗത്തിൽ ഈ മണ്ഡലത്തെ ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് തരൂരാണ്. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയാണ്. 51%-ലധികം വോട്ട് LDF സ്ഥിരമായി നിലനിർത്തി പോരുന്ന മണ്ഡലമാണ്. UDF 32%-ൽ താഴെ മാത്രമേ വോട്ടുകൾ പലപ്പോഴും കിട്ടുന്നുള്ളൂ. ഈ സാഹചര്യത്തിൽ ഒരു 16-17% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തരൂർ മണ്ഡലം ഇത്തവണ LDF നിലനിർത്തുന്ന കാര്യത്തിൽ തർക്കമില്ല. ചിറ്റൂരാണ് അടുത്ത മണ്ഡലം. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ LDF ജയിച്ച മണ്ഡലമാണ്. LDF 55%-ലധികം വോട്ടുണ്ട്. UDF 33% വോട്ടുകളേ ഉള്ളൂ. UDF മികച്ച ഒരു സ്ഥാനാർത്ഥി വന്നുകൊണ്ടുള്ള ഒരു മികവുണ്ട്. എങ്കിൽ പോലും ഒരു 10-12% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചിറ്റൂർ മണ്ഡലം LDF നിലനിർത്താനാണ് സാധ്യത. അടുത്തത് നെന്മാറ. ഇതുപോലെ തന്നെ LDF സ്ഥിരമായിട്ട് 52%-ലധികം വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. UDF അവിടെയുള്ളത് 33%. ഏതാണ്ട് 20%-ഓളം വോട്ടുകളുടെ വ്യത്യാസം ഇരു മുന്നണികളും തമ്മിൽ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തെല്ലാം ഏകീകരണം നടന്നു കഴിഞ്ഞാലും 12-15% വോട്ടുകൾക്ക് LDF നെന്മാറ മണ്ഡലം നിലനിർത്തും. അടുത്തത് ആലത്തൂരാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ മറ്റൊരു ഉരുക്കോട്ടയാണ് ആലത്തൂര്. അവിടെ ശരാശരി 55% LDF വോട്ട് വീതം, UDF 29% മാത്രമാണ്. ഏതാണ്ട് 25%-ലധികം വോട്ടുകളുടെ ലീഡ് എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും LDF കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു അട്ടിമറിക്ക് സാധ്യതയില്ല. ആലത്തൂർ മണ്ഡലം 20-23% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF നിലനിർത്തും. ഇനി നമ്മൾ കടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലേക്കാണ്. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയാണ് തൃശ്ശൂർ. പാലക്കാട് പോലെ തന്നെ 1-2 സീറ്റുകൾ ഒഴികെ മറ്റെല്ലാ സീറ്റുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. നമുക്ക് ഓരോ മണ്ഡലത്തിലൂടെയായിട്ട് സഞ്ചരിച്ച് നോക്കാം. ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് 50%-ലധികം വോട്ട് സ്ഥിരമായി കിട്ടുന്നുണ്ട്. UDF 28-30% വോട്ടുകളാണ് സാധാരണ കിട്ടുന്നത്. ഈ ഒരു പരിഗണന വെച്ച് നോക്കുമ്പോൾ 10-12 വരെ ശതമാനം വോട്ടുകൾക്ക് ചേലക്കര മണ്ഡലം LDF നിലനിർത്തും. അടുത്തത് കുന്നംകുളമാണ്. കുന്നംകുളവും ഇതുപോലെ തന്നെ LDF ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷെ LDF കുറച്ചു കാലം വോട്ടുകൾ കുറഞ്ഞിരുന്നു. 44% ഉള്ളത് 41% 2019
16 മാറി ഇപ്പോഴത് 48.78, ഏതാണ്ട് 49% നിലനിൽക്കുന്നു. യു ഡി എഫിനാണെങ്കിൽ 42% ഉണ്ടായിരുന്നത് ഇപ്പോൾ 31.58% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു മാർജിൻ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ട്. ഈ മാർജിൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു 10% വോട്ട്, എൽ ഡി എഫിന് 48%, യു ഡി എഫിന് 32% വോട്ട് കിട്ടാനാണ് സാധ്യത. 10% വോട്ടിന് ഇത്തവണ കുന്നംകുളം മണ്ഡലം എൽ ഡി എഫ് നിലനിർത്തും. അടുത്തത് ഗുരുവായൂരാണ്. ഗുരുവായൂർ ഏറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വർഗീയ പ്രസ്താവനയൊക്കെ വളരെ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും വർഷങ്ങളോളമായിട്ട് എൽ ഡി എഫ് തന്നെ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. എൽ ഡി എഫിനോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 52% വോട്ടും യു ഡി എഫിന് 40% വോട്ടാണ് ഉള്ളത്. കഴിഞ്ഞ തവണ അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. 2016 എൽ ഡി എഫിന് 44%, യു ഡി എഫിന് 34% വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു 8% വോട്ടുകളുടെ വ്യത്യാസം ശരാശരിയായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 5 മുതൽ 8% വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഗുരുവായൂർ മണ്ഡലം ഇത്തവണ എൽ ഡി എഫ് നിലനിർത്തും. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് മണലൂരാണ്. ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണിത്. പലരും മണലൂർ യു ഡി എഫ് ജയിക്കും എന്നുള്ള ഒരു ധാരണ പറയുന്നുണ്ട്. ടി എൻ പ്രതാപൻ മത്സരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം മണലൂർ യു ഡി എഫ് ജയിച്ചോളണം എന്ന് നിർബന്ധമില്ല. വോട്ടുകളുടെ കണക്ക് നമ്മുടെ കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് 28.91%, എൽ ഡി എഫിന് 46.77% വോട്ടുകളാണ്. ഏതാണ്ട് 20% വോട്ടുകളുടെ വ്യത്യാസം രണ്ട് മുന്നണികളും തമ്മിൽ 2021 തെരഞ്ഞെടുപ്പിലുണ്ട്. അതിനുശേഷം വലിയ മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് ഒരു അറിവും ലഭിച്ചിട്ടില്ല. എന്നാൽ പ്രതാപനന്ദ സ്ഥാനാർത്ഥിക്ക് ഒട്ടനവധി വ്യക്തിപരമായ വോട്ടുകളും സംഘടനാപരമായ വോട്ടുകളും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെയാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി രവീന്ദ്രനാഥ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് വളരെ കൂടുതൽ മികവ് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിട്ട് മാറും. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ തോൽപ്പിച്ചതിലുള്ള നെഗറ്റീവ് വോട്ടുകൾ പ്രതാപന് ധാരാളമായിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇത്തവണ ഒരു 4 മുതൽ 9% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ജയിക്കാനാണ് സാധ്യത. ആ മണ്ഡലവും മണലൂർ മണ്ഡലവും എൽ ഡി എഫ് തന്നെ നിലനിർത്തും. അടുത്തത് വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി യു ഡി എഫിന്റെ കോട്ടയായിരുന്നു. അനവധി വർഷക്കാലം വടക്കാഞ്ചേരി മണ്ഡലം യു ഡി എഫ് തന്നെയാണ് ജയിച്ചത്. അവിടെ ആദ്യമായി തോറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ മുരളീധരൻ ആണ്. അദ്ദേഹം മന്ത്രിയായി മത്സരിച്ച് തോറ്റ മണ്ഡലമാണിത്. 2011 2016 യു ഡി എഫ് ജയിച്ച മണ്ഡലം 2021 വൻ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത്. വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ കുറവ് വന്നെങ്കിലും എൽ ഡി എഫ് ആ മണ്ഡലം ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ എൽ ഡി എഫിന് 47% വോട്ടുകളും യു ഡി എഫിന് 42% വോട്ടുകളും ലഭിക്കും. 5% വോട്ടുകളുടെ വ്യത്യാസത്തിൽ വടക്കാഞ്ചേരി മണ്ഡലം ഇത്തവണയും എൽ ഡി എഫ് നിലനിർത്തുമെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. അടുത്തത് ഒല്ലൂരാണ്. ഈ നിലനിൽക്കുന്ന മന്ത്രിസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി രാജൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ നിലവിൽ 49% വോട്ടുകൾ എൽ ഡി എഫിനും 35% വോട്ടുകൾ യു ഡി എഫിനുമാണ് 2021 ലഭിച്ചിട്ടുള്ളത്. ശരാശരിയായിട്ട് വോട്ടിൽ നല്ല നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുന്ന, കൃത്യത പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തവണ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. 47% വോട്ടുകൾ എൽ ഡി എഫിനും 39% വോട്ടുകൾ യു ഡി എഫിനും കിട്ടും. 8 മുതൽ 10 വരെ ശതമാനം വോട്ടുകൾക്ക് ഇത്തവണയും എൽ ഡി എഫ് ആ മണ്ഡലം നിലനിർത്തുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മറ്റൊന്ന് തൃശ്ശൂരാണ്. ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എൽ ഡി എഫ്, യു ഡി എഫ്, ബി ജെ പി 3 കക്ഷികൾക്കും സാമാന്യം നല്ല വോട്ടുകളുണ്ട്. കഴിഞ്ഞ തവണ നേരിയ വോട്ടിനാണ് എൽ ഡി എഫ് ജയിച്ചത്. ഇത്തവണ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. അവിടെ മേൽക്കൈ ഉള്ളത് എന്തായാലും യു ഡി എഫിനാണ്. പക്ഷെ നമുക്കൊരു പ്രവചനാതീതം എന്ന നിലയിൽ അത് ഉൾപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്ത് സംഭവിക്കാവുന്ന രീതിയിലാണ് നിലവിൽ തൃശ്ശൂർ മണ്ഡലത്തിന്റെ അവസ്ഥ. അടുത്ത നമ്മൾ പോകുന്നത് നാട്ടിക മണ്ഡലത്തിലേക്കാണ്. നാട്ടിക ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ട തന്നെയാണ്. മുൻകാലങ്ങളിൽ ടി എൻ പ്രതാപൻ അവിടെ ജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശരി. നമ്മൾ 2011 50% വോട്ടോടെയും 2016 ആയപ്പോഴേക്കും 46ആയി. 2021 47%. എന്ന് വെച്ചാൽ ഏതാണ്ട് ശരാശരി 47-48% വോട്ടുകൾ എൽ ഡി എഫ് കൃത്യമായി നിലനിർത്തി പോരുന്ന മണ്ഡലമാണ്. യു ഡി എഫിന് ഇവിടെയുള്ളത് 28% വോട്ടുകൾ മാത്രമാണ്. ബി ജെ പിക്ക് 21% വോട്ടുകളുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ യു ഡി എഫിന്റെ
LDFിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന MLA ആയിരുന്ന CC മുകുന്ദൻ രാജിവെച്ച് BJPയിൽ ചേർന്ന് അദ്ദേഹമാണ് അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി എന്നൊരു പ്രത്യേകത കൂടെ ഇത്തവണയുണ്ട്. എന്ത് തന്നെയായാലും LDF ഒരു 15% മുതൽ 20% വരെ ഭൂരിപക്ഷത്തിൽ നാട്ടിക മണ്ഡലം നിലനിർത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്തത് കയ്പമംഗലമാണ്. ഈ ഒരു മണ്ഡലം രൂപപ്പെട്ടതിന് ശേഷം LDF മാത്രം ജയിച്ച മണ്ഡലമാണ്. LDFന് 53%, ഏതാണ്ട് 54% വോട്ട് കൃത്യമായി നിലനിന്ന് പോരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 50%-50%-ലധികം വോട്ട് LDFന് കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മണ്ഡലം LDFനെ കൈവിടുമെന്ന് തോന്നുന്നില്ല. UDFന് 37% വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 10% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ഈ കയ്പമംഗലം മണ്ഡലം ഇടതുപക്ഷത്തോളം നിൽക്കും. അടുത്തത് ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട മണ്ഡലം നേരിയ വോട്ടുകൾക്കാണ് LDF ജയിച്ചുകൊണ്ടിരുന്നത്. 2011 UDF ആണ് ജയിച്ചത്. 2016 21 LDF ജയിച്ചത്. അത് നേരിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം 1% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. എന്തായിരുന്നാലും ഈ മണ്ഡലം അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി പരിഗണിക്കുകയും പ്രവചനാതീതം എന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അല്പം മേൽക്കൈയുള്ളത് LDFനാണെങ്കിലും ഈ മത്സരം പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്തതായിട്ട് പുതുക്കാട് മണ്ഡലമാണ്. LDFന് 47-48% വോട്ടുകൾ ശരാശരി ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് പുതുക്കാട്. UDFന് 29-30% വോട്ടുകൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ 4 സീറ്റും കൊണ്ട് BJP കോൺഗ്രസിനെയും കൂട്ടി ഭരിക്കുന്ന മറ്റത്തൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന മണ്ഡലമാണ് പുതുക്കാട് എന്നുള്ളതാണ്. ഇതൊക്കെ ചെറുതായിട്ട് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചേക്കാം. എന്നാലും ഒരു 47% വോട്ടുകൾ വാങ്ങി LDF തന്നെ അവിടെ വിജയിക്കും. കോൺഗ്രസിന് 30-32% വോട്ടാണ് ലഭിക്കാൻ സാധ്യത. എന്തായാലും ഒരു 15 മുതൽ 18 വരെ ശതമാനം വോട്ടുകൾക്ക് LDF പുതുക്കാട് മണ്ഡലം നിലനിർത്തും. അടുത്ത് നമ്മൾ പോകുന്നത് ചാലക്കുടിയിലേക്കാണ്. ചാലക്കുടി മണ്ഡലം കഴിഞ്ഞ 3 തവണ LDF വിജയിച്ചെങ്കിൽ 2021 അത് UDFിലേക്ക് പോയ മണ്ഡലമാണ്. അത് ചുരുങ്ങിയ വോട്ടുകൾക്ക്. അതേ അവസ്ഥ തന്നെയാണ് ഇത്തവണയും ചാലക്കുടിയിൽ നിൽക്കുന്നത്. 2 സ്ഥാനാർത്ഥികളും നല്ല ശക്തമായ മത്സരത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പ്രവചനാതീതമായ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന ഗണത്തിലേക്ക് ഉൾപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലേക്കാണ്. കൊടുങ്ങല്ലൂർ മണ്ഡലം ഇടതുപക്ഷത്തിന് 47-48% വോട്ട് സ്ഥിരമായി ലഭിക്കുന്ന മണ്ഡലമാണ്. കോൺഗ്രസിന് ഒരു 30-31% വോട്ടുകളാണ് സ്ഥിരമായിട്ട് ലഭിക്കാറുള്ളത്. BJPക്ക് 18% വോട്ടുകളും ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു 13% വോട്ടുകൾക്ക് അല്ലെങ്കിൽ 12 മുതൽ 15% വോട്ടുകൾക്ക് ഇടതുപക്ഷം കൊടുങ്ങല്ലൂർ മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ആകെയുള്ള 13 സീറ്റ് LDFന് 10 സീറ്റ് ഉറപ്പാണ്. UDFന് നിലവിൽ ഉറപ്പുള്ള സീറ്റുകളൊന്നുമില്ല. NDAക്കും ഉറപ്പുള്ള സീറ്റുകളില്ല. പ്രവചനാതീതമായ 3 സീറ്റുകളുണ്ട്. ഇതാണ് തൃശ്ശൂർ ജില്ലയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രവചനം.